السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിൻ്റെ 9-ൻ്റെ 10-ലേക്കാണ് ഇന്ന് മഗ്‌രിബോട് കൂടി നാം കടന്നു ചൊല്ലുന്നത്. നാളെ നോമ്പാണ്. നോമ്പിൻ്റെ നിയ്യത്തും അതുപോലെ ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമലുകളെ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ. മരണം അറിയില്ല എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യദ്രി ബിൽ മൗത്ത്. അവനക്ക് മരണം അറിയില്ല, അവനക്ക് മരണം ഇല്ല എന്ന ഒരു മഹത്തായ നേട്ടം കിട്ടണമെങ്കിൽ ഇന്ന് നാം ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു അമലുകൾ. അതുപോലെ ഒരു വർഷം മൊത്തം നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ എല്ലാ ഉമൂറുകളിൽ വിശാലത, സാമ്പത്തികമായ വലിയ ഒരു പുരോഗതി കിട്ടാൻ വേണ്ടി മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കർമ്മങ്ങളും, അതുപോലെ ഒരു പ്രയാസവും വരാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ രാത്രി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളെ കുറിച്ചൊക്കെ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ വർഷത്തിൻ്റെ ആരംഭ മാസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, പരിശുദ്ധ റമളാൻ കഴിഞ്ഞു, ഇനിയും എനിക്ക് നോമ്പ് നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ മാസങ്ങളിൽ ഏത് മാസമാണ് ഏറ്റവും നല്ലത്, ഞാൻ ഏത് മാസത്തെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസത്തിനെ തിരഞ്ഞെടുത്തോ. അല്ലദീ തദ്ഊന ബിൽ മുഹറം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തെ തിരഞ്ഞെടുക്കുക. റമളാന്റെ ശേഷം നാം നോക്കുന്ന നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് മുഹറമിൻ്റെ നോമ്പാണ്. പിന്നെ മുഹറമിൻ്റെ 9, 10 എന്നുള്ളത് അതൊരു പ്രത്യേകം നോമ്പ് നോക്കേണ്ടതാണ്. മുഹറമിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു 15 കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല. ആഖിറത്തിന് മാത്രമല്ല, ദുനിയാവിന് പോലും. നമുക്ക് ആഗ്രഹിക്കുന്നവരാണ് മരണവേദനയില്ലാതെ മരണപ്പെടുക. എന്നാൽ ഇന്നത്തെ രാത്രി നാം ഉപയോഗപ്പെടുത്തണം. ഇന്നിപ്പോൾ പലർക്കും ചില സംശയങ്ങളാണ്. മുഹറം 10 എപ്പോഴാണ്? ചില ഖാദിമാർ പറയുന്നു ഇന്ന ദിവസം, ചില ഖാദിമാർ ഇന്ന ദിവസം പറയുന്നു. അപ്പോൾ കൃത്യമായി ഏത് ദിവസമാണ് മുഹറം എന്നതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഇന്നത്തെ രാത്രി നമുക്ക് കടന്നു ചൊല്ലുന്നത് 9-ൻ്റെ രാത്രിയാണ് എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താണ്? ചില പണ്ഡിതന്മാർ, ഖാദിമാർ പറയുന്നു ഇന്നത്തെ രാത്രി 8-ൻ്റെ രാത്രിയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് 9-ൻ്റെ രാത്രി എന്ന് പറഞ്ഞു എന്നതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ആദ്യം, എപ്പോഴാണ് നോമ്പ് സുന്നത്ത്, അതിൻ്റെ നിയ്യത്ത്, എന്തെല്ലാം കർമ്മങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ഇന്നത്തെ രാത്രി 9 എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ ഓരോ മഹല്ലത്തിനും ഓരോ ഖാദികളുണ്ടാകും. അതത് ഖാദിമാരനുസരിച്ച് പോകുന്നവർ, ആ നാട്ടിൻ്റെ ഖാദിയുടെ തീരുമാനം എന്താണ്, ആ നാട്ടിൻ്റെ ഖാദിയുടെ തീരുമാനം പോലെ അവർക്ക് ഇന്ന് 9 എന്ന് തീർമാനിച്ച ഖാദിമാരുടെ അനുസരിച്ച് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഇന്ന് 9. അതല്ല, ഇന്ന് 8-ൻ്റെ രാത്രിയാണെങ്കിൽ 8-ൻ്റെ രാത്രിയാണ്. അങ്ങനെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ, ഈ ദക്ഷിണ കന്നഡ ഈ ഭാഗത്തൊക്കെ ഇവിടുത്തെ ഖാദിമാരുടെ തീരുമാനം ഇന്നത്തെ രാത്രി 9-ൻ്റെ രാത്രി, നാളെ 9-ൻ്റെ താസുവാൻ്റെ നോമ്പ്, മറ്റന്നാൾ ഞായറാഴ്ച ആശുറാൻ്റെ നോമ്പ്. അതുപോലെ കേരളത്തിൽ ചില ഭാഗത്ത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നാളെയാണ് 9-ൻ്റെ രാത്രി, തിങ്കളാഴ്ചയാണ് മുഹറം 10. നിങ്ങൾ ഏത് ഖാദി അനുസരിച്ച് ജീവിക്കുന്നോ ആ ഖാദിയുടെ തീരുമാനം പോലെ നോമ്പ് നോക്കേണ്ടതാണ്. ഇന്ന് മുഹറം 9 ആകുന്നവർ, ഇനി നാളെ മുഹറം 9 ആകുന്നവർക്ക് ഈ കാര്യങ്ങൾ നാളെയും ശ്രദ്ധിക്കാം. ഇനി ഇന്ന് ശ്രദ്ധിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നും കുറയാൻ പോകുന്നില്ല. നമുക്ക് മരണവേദനയില്ലാതെ, ലം യദ്രി ബിൽ മൗത്ത്, മരണം അറിയാതെ
മരിക്കുമ്പോൾ മരണത്തിൻ്റെ വേദനയില്ലാതെ മരണപ്പെടണമെന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളത്തെ നോമ്പ് നോക്കണം, ഇന്നത്തെ രാത്രി നാം ഹയാത്താക്കണമെന്നുള്ളതാണ്. ഇന്നത്തെ രാത്രി ഇബാദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നാളത്തെ നോമ്പും കൂടി നാം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി എങ്ങനെയാണ് പ്രാധാന്യം നൽകുക എന്നതിനെക്കുറിച്ച് നാം ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ രാത്രി പ്രാധാന്യത്തോടു കൂടി കണ്ട് നാളത്തെ രാത്രി നാളത്തെ നോമ്പ് നോക്കിയാൽ, അതുപോലെ മറ്റൊന്ന് ആശുറാന്റെ ദിവസം അതുപോലെ അങ്ങനെ ചെയ്താൽ ലം യദ്രി ബിൽ മൗത്ത്, അവനിക്ക് മരണം അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ മരണിക്കുന്ന സമയത്ത് വേദനയില്ലാതെ അവൻ്റെ മരണം റൂഹ് പിടിക്കുന്ന. മരണവേദന പറയേണ്ടതില്ലല്ലോ, മരണവേദനത്തെക്കുറിച്ച് പഠിച്ചവർക്കറിയാം, അത് വല്ലാത്തൊരു വേദനയാണ്. കടലിൻ്റെ വെള്ളം കുടിച്ചാൽ പോലും ദാഹം തീരാത്ത ആ വേദന മുത്തായ റസൂൽ പോലും പറഞ്ഞിട്ടുണ്ട്. സഖറാത്തുൽ മൗത്ത് വല്ലാത്തൊരു വേദനയാണ്. ആ സമയത്ത് രക്ഷപ്പെടണോ, ഇന്നും നാളെയും നാം ഉപയോഗപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തരുത്. അതുപോലെ ഈ ഒരു വർഷം നമുക്ക് മരണം കിട്ടാതിരിക്കാൻ, നാം മരിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ റസൂലും അതും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വർഷം മുഴുവൻ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാതെ സങ്കടമില്ലാതെ വളരെ സന്തോഷകരമായി ഒരു വർഷം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബനു ഇസ്രായേൽക്കാർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വർഷത്തിൽ ഒരേ നോമ്പാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതായത് മുഹറമിൻ്റെ 10 നോമ്പാണ് അവർക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫസൂമുഹു, ആ മുഹറമിൻ്റെ 10 നോമ്പ് നിങ്ങളും നോക്കുക. വവസ്സിഉ ഫീഹി അലാ ഇയാലിക്കും, നിങ്ങൾക്കുള്ള ആശ്രിതരുടെ മേലെ നിങ്ങൾ വിശാലത ചെയ്യുക. അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വിശാലത ചെയ്താൽ വസ്സഅല്ലാഹു അലൈഹി സായിരിസ്സന, വർഷം മുഴുവനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വിശാലത ചെയ്തവനിക്ക് അല്ലാഹു വിശാലത ചെയ്യുമെന്നാണ്. ഇന്ന് പിശുക്കൊന്നും കാണിക്കരുത്. ഇന്നത്തെ രാത്രി, നാളത്തെ രാത്രി നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താണോ, ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, ഐസ്ക്രീം ആണെങ്കിൽ അങ്ങനെ, അവർക്ക് നല്ല ഇന്ന് ആ കഞ്ഞും ആ ചമ്മന്തിയും അല്ലെങ്കിൽ ആ ദാളും കുടിച്ച് അതങ്ങനെ ആക്കരുത്. ഇന്നും നാളെയും നാം വിശാലത ചെയ്യണം. കുടുംബങ്ങളിൽ വിശാലത ചെയ്യാണ്ട് ചില സമയങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽപ്പെട്ട ദിവസം ഒന്ന് മുഹറമാണ്, മാസങ്ങളിൽപ്പെട്ട മാസം അത് റമദാനാണ്. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ മുഹറമിൻ്റെ 10, 9 ഒക്കെ അവർ വിശാലത ചെയ്തു. 50 വർഷം പരിശോധിച്ചിട്ടുണ്ട്. 50 വർഷവും അവർക്കുള്ള ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ഭക്ഷണത്തിനും അല്ലാഹു വിശാലത നൽകും. അതുകൊണ്ട് രണ്ടാമത് നാം ചെയ്യേണ്ട കാര്യം അതാണ്, ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, നമ്മുടെ ഭാര്യ മക്കൾക്ക് ഒരു പിശുക്ക് തരം കാണിക്കാതെ അവർക്കിഷ്ടപ്പെട്ട ആഹാരം, നമ്മെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ അവരേറ്റവും ആഗ്രഹിക്കുന്നത് ആട്ടിറച്ചാണെങ്കിൽ അത്, കോഴി ഇറച്ചാണെങ്കിൽ അങ്ങനെ, ബിരിയാണെങ്കിൽ അങ്ങനെ, എന്താണോ അവർക്കിഷ്ടം അങ്ങനെ അവർ വിശാലമായി വളരെ റാഹത്തോടു കൂടി എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ആ കൊടുത്തക്കഞ്ഞി എന്ന് പറയുന്നില്ല, അതുപോലെ ഒന്നും ചെയ്യാതെ വിശാലത കാണിക്കുക. എന്നാൽ ഒരു വർഷം അള്ളാഹു നിന്നോട് വിശാലത കാണിക്കും എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിരന്തരമായി നാം ദുആ ചെയ്യുന്ന ദുആയാണ് എന്താണ്? ഫിർദൗസ് കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഫിർദൗസ്, അത് ഫിർദൗസുൽ ആല, അള്ളാഹുവിൻ്റെ ഹർഷിൻ്റെ നേരെ താഴെയുള്ള ഒരു സ്ഥലമാണ് ഫിർദൗസ്. അത് കിട്ടണമെങ്കിൽ ആശുറാഇൻ്റെ നോമ്പ് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്, മൻ സ്വാമ അയ്യാമുൽ അശ്ർ ഇല ആശുറ, മുഹറം 1 മുതൽ ആശുറ വരെ ഒരാൾ ഒരു നോമ്പ് നോക്കിയാൽ ഔറസൽ ഫിർദൗസൽ ആല, അള്ളാഹു ഫിർദൗസുൽ ആല അവർക്ക് അനന്തരമായി അള്ളാഹു നൽകൂ, ഈറാസായി അള്ളാഹു നൽകും എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തണമെങ്കിൽ നോമ്പ് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
നാം നോമ്പിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ പാവങ്ങൾ അള്ളാഹുവിനോട് നാം ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എത്ര ആളുകളാണ് നിരന്തരമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ട്, ഒരാളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, വളരെ ആവേശത്തോടു കൂടി ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഴഞ്ഞു വീഴുന്നു, മരണപ്പെടുന്നു. യാ അല്ലാഹ്, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ അഹങ്കാരമോ നമ്മുടെ കുറ്റപ്പറച്ചിലുകളോ നമ്മുടെ അത്യാഗ്രഹമോ എവിടെ പോയി? എല്ലാം തീർന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരണം എവിടെ നിന്നറിയില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി പരിപൂർണമായി തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് മരിക്കുന്ന നേരം എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നല്ലൊരു മരണം കിട്ടണമെങ്കിൽ നാം ദോഷികളല്ലാതിരിക്കണം. അപ്പോൾ ചെയ്തു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, മുർ ഖൗമക, നിന്റെ ജനതയോട് നീ കൽപ്പിക്കണം, അയ്യ തൂബൂ ഇലയ്യ, എന്നിലേക്ക് അവർ തൗബ ചെയ്യട്ടെ, ഫി അവ്വലിൽ അശ്ർ, മുഹറമിൻ്റെ ആദ്യ 10 10 ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കടന്നു ചൊല്ലുന്നു. അതിൻ്റെ മുമ്പായി നാം തൗബ ചെയ്തിരിക്കണം, പരിപൂർണമായി തൗബ ചെയ്ത് അവരെന്നിലേക്ക് മടങ്ങട്ടെ, ഞാൻ അവർക്ക് പൊരുത്തു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നേരിട്ട് പറഞ്ഞതാണ്. കാരണം അവർക്ക് ആ കാലഘട്ടത്തിൽ നിർബന്ധമായ നോമ്പായിരുന്നു മുഹറമിൻ്റെ 10 നോമ്പ്. അതുകൊണ്ട് മുഹറം 10 നോമ്പ് ഇൻഷാ അല്ലാഹ് കടന്നു വരുമ്പോൾ മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട തൗബ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിപൂർണമായി തൗബ ചെയ്യുക. അള്ളാഹു നമ്മുടെ സർവ്വഭാവങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് ദുആ. ഒരു കാഫിരായ മനുഷ്യൻ, ഒരു കാഫിരിങ്ങളുടെ തടവുകാലിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ മുഹറമിൻ്റെ 10 അവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട അയാൾ ഓടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ ശത്രുക്കൾ തുടർന്നു വന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അദ്ദേഹം ഇരു കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബിഹുർമതി ഹാദൽ യൗമുൽ മുബാറക് നജ്ജിനീ മിൻഹും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിഹുർമതി ഹാദൽ യൗം, ഈ ദിവസത്തിൻ്റെ ഹുർമത്ത് കൊണ്ട്, അൽ മുബാറക, അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ ഹുർമത്ത് കൊണ്ട്, നജ്ജിനീ മിൻഹും, അവരിൽ നിന്ന്, ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഓടിച്ചു വന്ന ശത്രുക്കൾക്ക് അല്ലാഹു അന്ധത നൽകി, കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു ഊരിയെടുത്തു. അവരെല്ലാം അന്ധന്മാരായി. അദ്ദേഹം രക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഓടി ഓടി തളർന്നു വീഴുകയാണ്. ആ സമയത്ത് നേരിട്ട് മലക്കുകൾ വന്ന് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന് പാനീയം, വെള്ളം നൽകി. ആ വെള്ളം അയാൾ കുടിച്ചു. ആ വെള്ളം കുടിച്ചതിൻ്റെ ശേഷം അദ്ദേഹം 20 വർഷം പിന്നെ ജീവിച്ചു. ആ 20 വർഷത്തിൽ ഒരിക്കൽ പോലും അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ആ ഒറ്റ പാനീയം, ആ ഒറ്റ കുടി വെള്ളം, അദ്ദേഹത്തിൻ്റെ വർഷം പൂർത്തി അയാൾക്ക് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ജീവിക്കാൻ അയാളെ കൊണ്ട് സാധിച്ചു എന്നാണ് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മലക്കുകളുടെ സഹായം തീർച്ചയായും ഈ പരിശുദ്ധ മുഹറമിൽ കിട്ടും. അതുകൊണ്ട് പാഴാക്കി കളയരുത്. മറ്റൊന്ന് ദുആയുടെ കാര്യം പ്രത്യേകിച്ചാണ്. ബസ്റയിൽപ്പെട്ട ഒരു വലിയ ധനികനുണ്ടായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. സമ്പത്ത് കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്ന് പറയുന്നത്, അദ്ദേഹം തൻ്റെ സമ്പത്ത് ഒരുപാട് ആളുകളെ, പാവങ്ങൾക്ക് സഹായിച്ചിരുന്നു. മുഹറം 10 ദിവസം എല്ലാ പാവങ്ങളെ എല്ലാവരും വിളിക്കും, ഖത്മുൽ ഖുർആൻ ഓതിപ്പിക്കും. അതുപോലെ അദ്ദേഹം ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളൊക്കെ ഈ മുഹറം 10 ദിവസം ചെയ്യും. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു അയൽവാസിയായ ഒരു വീട്. അവിടെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഉപ്പയോട് ചോദിച്ചു, അല്ല ഉപ്പ, നമ്മുടെ അയൽവാസി എന്തിനാണ് ഈ ദിവസം ഇത്രയും പ്രാധാന്യത്തോടെ എല്ലാ വർഷവും കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞു, മോളെ, ഇന്ന് മുഹറമിൻ്റെ 10 അതുകൊണ്ടാണ് പ്രാധാന്യം നൽകുന്നത്. വലിയ അനുഗ്രഹീതമായ മുബാറക്കായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ശ്രേഷ്ഠതയും ഇതിൻ്റെ പോരിശയും കേട്ട ഈ മകൾ, ആ മകൾക്ക്
നടക്കാൻ വയ്യ, കാള് വേദന, നടക്കാൻ വയ്യ, വലിയ പ്രയാസത്തിലാണ് നടക്കുന്നതൊക്കെ. അന്ന് രാത്രി അവിടെ കേൾക്കുന്ന ഖത്മുൽ ഖുർആൻ എല്ലാത്തിനും രാത്രി ഉറങ്ങാതെ പങ്കെടുത്ത് ദുആ ചെയ്യുമ്പോൾ, ഖത്മുൽ ഖുർആനൊക്കെ കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹ് എൻ്റെ ഈ കാളിൻ്റെ പ്രയാസം മാറ്റിത്തരണേ അല്ലാഹ്. സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ മകൾ ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഉപ്പാക്ക് അത്ഭുതമായി. യാ അബതീ, ഉപ്പ ചോദിച്ചു, അല്ല മോളെ, എന്തത്ഭുതമാണിത്, നിനക്കെങ്ങനെ കാളിൻ്റെ അശക്തി തിരിച്ചു കിട്ടി, ആരാണ് തന്നത്? അപ്പോൾ മോൾ പറഞ്ഞു, യാ അബതീ ഇന്നി അതവസ്സലു, യാ അബതീ ഇന്നി അതവസ്സലു ബിഹാദൽ ലൈലത്തി, ഈ അനുഗ്രഹീതമായ രാത്രിയെ ഞാൻ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് കാളിൻ്റെ ശക്തി അള്ളാഹു എനിക്ക് തിരിച്ചു തന്നു എന്ന് വാപ്പയോട് പറഞ്ഞു. അത്രയും ദുആക്ക് ഇജാബത്തുള്ള ഒരു പാവപ്പെട്ട പെണ്ണാണ്. നമ്മെപ്പോലത്തൊരു സാധാരണക്കാരനായ ഒരു പെൺകുട്ടിയാണ്. അസാധാരണക്കാരായ നമ്മെപ്പോലത്തെ ആളുകൾക്കും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ട് ദുആയുടെ കാര്യം മറന്നു പോകരുത്. ആ പെൺകുട്ടി ദുആ ചെയ്ത ഉടനെ ആ പെൺകുട്ടി കാളിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. രാത്രി ഉറങ്ങാതെ കിടന്നുറങ്ങുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടും. അതോടൊപ്പം 70 പ്രാവശ്യം ഉംറ ചെയ്ത, അതുപോലെ 70 പ്രാവശ്യം ഹജ്ജ് ചെയ്ത, അതുപോലെ 60 വർഷം നോമ്പ് നോറ്റ, 60 വർഷം നിരന്തരമായി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഈ രാത്രിയിൽ നാം ഒരു അമൽ ചെയ്യണം. അത് ചെയ്താൽ ഖതബല്ലാഹു ലഹു ഇബാദത 60 സന, 60 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. ഒരു മനുഷ്യൻ ജീവിച്ചാൽ 60 വസബഅല 70, 60ഉം 70ൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്. എന്നാൽ 60ഉം 70ൻ്റെ ഇടയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അത്ര ആയുഷം 10 വർഷം അത് നമ്മുടെ ചെറുപ്രായമാണ്. ആ സമയത്ത് നാം തിന്മ ചെയ്താൽ അള്ളാഹു അത്ര വലിയൊരു പരിഗണന, വലിയൊരു ശിക്ഷ ഒന്നും നൽകൂല. 10 വർഷത്തിന് ശേഷമാണ് നിസ്കാരം തുടങ്ങി. 70 ആകുമ്പോൾ മനുഷ്യന്മാർ മരണപ്പെട്ടു പോകുമെന്നല്ല, അത്രയുള്ള മനുഷ്യൻ്റെ ആയുസ്. എന്നാൽ ആ മൊത്തം വർഷം നോമ്പ് നോറ്റ, അതുപോലെ ഇബാദത്ത് ചെയ്ത, സിയാമ അയ്യാമിഹ വഖിയാമിഹ വഖിയാമി ലയാലിഹ, അതിൻ്റെ രാപ്പകൽ നമസ്കരിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ ഫഖഅന്നമ ഹജ്ജ വഅതമറ 70 മറ, 70 പ്രാവശ്യം ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടാൻ ഈ ആശുറാന്റെ ദിവസം നോമ്പ് നോക്കണമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആശുറാന്റെ നോമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ പ്രതിഫലം നൽകുന്ന നോമ്പാണ്. അതുകൊണ്ട് ആ 70 പ്രാവശ്യം ഹജ്ജ് ഉംറയ്ക്ക് ചെയ്യണമെങ്കിൽ നാം ഒരു പ്രാവശ്യം ചെയ്യുന്ന ഹജ്ജ് ഉംറ ഉണ്ടല്ലോ, അത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലെന്നറിയില്ല. നാം ഒരുപാട് സമ്പത്ത് മുടക്കി പോകുന്നു. നമ്മുടെ മനസ്സിൽ അഹങ്കാരം വന്നാൽ അതോടുകൂടി തീർന്നു. ഇത് ഹജ്ജും ഉംറയും ചെയ്യാതെ കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം അള്ളാഹു നൽകുകയാണെങ്കിൽ പരിപൂർണമായി ഇതിൻ്റെ കൂലി നമുക്ക് കിട്ടും. എന്തേ? ഇതിലൊന്നും ഇല്ലല്ലോ. കാരണം നമുക്ക് അഹങ്കാരം വരാനില്ല, ആരും നമ്മെ അഹങ്കാരത്തോട് കാണാനുമില്ല, നമ്മെ ആരും ഹജ്ജെന്ന് വിളിക്കാനും ഇല്ല. എന്നാൽ പ്രതിഫലം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പരിപൂർണമായി കൂലി കിട്ടും. അതുകൊണ്ട് മുഹറമിൻ്റെ നോമ്പ് പ്രാധാന്യത്തോടു കൂടി തന്നെ കാണണം. ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഷൗമ ആശുറാന്റെ നോമ്പ് എന്നുള്ളത് കഫാറത്തു സന, ഒരു വർഷത്തേക്കുള്ള കഫാറത്താണ് എന്ന് ഒരു ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട സുഹ്രി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ എത്തിയാൽ നോമ്പ് നോക്കും. പക്ഷെ യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നോമ്പ് നോക്കാൻ പ്രയാസമായാൽ ആ നോമ്പ് അയാൾ ഉപേക്ഷിക്കും. അപ്പോൾ ചോദിച്ചു ഒരാള്, യാ സുഹ്രി, നിങ്ങൾ നോമ്പ് നോക്കാറുണ്ട് റമദാനിൽ, പ്രയാസം വന്നാൽ അത് ഉപേക്ഷിക്കാറുണ്ട്, എന്നാൽ യാത്രയിൽ ഈ സുന്നത്താകപ്പെട്ട നോമ്പല്ലേ ആശുറാൻ്റെത്, എന്നിട്ട് പോലും നിങ്ങൾ കഷ്ടിച്ചുകൊണ്ട് ഈ നോമ്പ് നോക്കുന്നുണ്ട്, മുറിക്കുന്നില്ല, എന്തേന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കാരണം ഈ ആശുറാൻ്റെ നോമ്പ് എന്നുള്ളത് അതൊരു പ്രത്യേകമായ നോമ്പാണ്. റമദാൻ്റെ നോമ്പാണെങ്കിൽ നമുക്കത് മറ്റു ദിവസങ്ങൾ പിടിച്ചുവിടാൻ സാധിക്കും. പക്ഷെ ആശുറാൻ്റെത് അങ്ങനെയല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന്, പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പേടിച്ചുകൊണ്ടാണ്, കഷ്ടിച്ചുകൊണ്ട് ആശുറാൻ്റെ നോമ്പ് ഞാൻ നോക്കുന്നത്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോൾ യഹൂദികൾ നോമ്പ് നോക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ സംഭവം? അവർ പറഞ്ഞു,
ഈ ദിവസമാണ് മൂസാ നബി അലൈഹിസ്സലാം നമ്മുടെ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് നാം നോമ്പ് നോക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഹ്നു, ഏറ്റവും കൂടുതൽ മൂസാ നബിക്ക് അടുത്ത ആൾക്കാർ ഞങ്ങളാണ്. അതുകൊണ്ട് ഈ വർഷത്തെ 10ൻ്റെയും ഇൻഷാ അള്ളാഹ് ഞാൻ ഒരു വർഷം ബാക്കിയുണ്ടെങ്കിൽ 9ൻ്റെയും നോമ്പ് ഞാൻ നോക്കുമെന്ന് പറഞ്ഞു. അവർക്കെതിരായി ഞാൻ 9ൻ്റെ നോമ്പും ഞാൻ നോക്കുമെന്ന് പറഞ്ഞു മുത്തായ റസൂൽ. അതുകൊണ്ട് ആശുറാന്റെ ഒറ്റ ദിവസം മാത്രം നോമ്പ് നോക്കൽ അത് കറാഹത്താണ്. താസുവാന്റെ 9ൻ്റെ നോമ്പും നോക്കണമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ്, ഒരു വർഷം മൊത്തം ദാനധർമ്മം ചെയ്ത് കൂലി അള്ളാഹു നൽകുന്ന ഒരു കർമ്മമുണ്ട്. ദാനധർമ്മം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ പോലെയല്ല. നോക്കൂ, ഒരു ഖുർആനിൽ ആയത്ത് ഇങ്ങനെയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ്. മരണം വന്നാൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, മരണം ആസന്നമായാൽ നാം പറയും ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹ് ഒരു അവധി, ചെറിയൊരു അവധി എന്നെ പിന്തിക്ക് റബ്ബേ എന്ന് പറയും. എന്തിനാ പറയുന്നത്? അല്ലാഹ് ഞാൻ ഒരു പ്രധാനപ്പെട്ട അമൽ ചെയ്യുകയാണ് റബ്ബേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഞാൻ നിസ്കരിക്കുകയാണ് റബ്ബേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോക്കുകയാണ് റഹ്മാനെ, നിനക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുകയാണ് അല്ലാഹ്. ഒന്നും അല്ലല്ലോ പറയുന്നത്. അല്ലാഹ് ഞാൻ കുറച്ച് സ്വതക്ക് ചെയ്യട്ടെ റബ്ബേ, വഅകും മിനസ് സ്വാലിഹീൻ, എന്നിട്ട് ഞാൻ സ്വാലിഹീങ്ങൾ പെട്ടോട്ടെ റബ്ബേ. അപ്പൊ സ്വതക്ക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ റമദാൻ, ഈ മുഹറമിന് സ്വതക്ക നൽകുക, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ തസദ്ദഖ ഫീഹി കാന കസദഖത്തിസ് സന, ഈ ഒരു ദിവസം ഒരാൾ നോമ്പ് നോക്കുന്നു സ്വതക്ക ചെയ്താൽ കാന കസദഖത്തിസ് സന, ഒരു വർഷം മൊത്തം സ്വതക്ക ചെയ്ത കൂലി അള്ളാഹു നൽകുകയാണ്. എത്ര അത്ഭുതമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സംഭവങ്ങൾ അത്ഭുതമാണ് അല്ലേ. ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് അല്ലേ, യൂസുഫിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു മുത്തഖിയായ ഒരു സുഹൃത്ത്. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എതിൽ മുടിയൊക്കെ ഇട്ട് ഒരു വികൃതമായ ഒരു കോലത്തിലായിരുന്നു. അങ്ങനെ ഒരു തഖ്വയിൽ ആർക്കും ബോധ്യപ്പെടൂല. അയാളും ഒരു യാത്ര ചെയ്യുകയാണ്. താസൂസ് എന്ന സ്ഥലത്തേക്ക് അവരെത്തി. അവിടെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ മരണപ്പെട്ടു പോകുന്നത്. മരണപ്പെട്ടു പോയപ്പോൾ ഇയാളെ കഫം പുടവക്ക് വേണ്ടി, അതുപോലെ സുഗന്ധത്തിന് വേണ്ടി അദ്ദേഹം ഓടുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ജനക്കൂട്ടമാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അങ്ങനെ ആ സ്ഥലത്തിലൂടെ ഇങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ അരികിൽ പോയപ്പോൾ മയ്യത്തിൽ കണ്ടത് അത്ഭുതമാണ്. ഹാദാ ജസാഉൻ മിൻ ജസാ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രതിഫലമാണ് ഇത്. കാരണം അള്ളാഹുക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഇയാൾ, അള്ളാഹുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചതാണ്. അതുകൊണ്ട് ഇയാളെ കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വചനം ആ കഫം പുടവയിൽ എഴുതിയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു, ഖബറിലെത്തി, സ്വപ്നത്തിൽ കണ്ടു, അത്ഭുതമായിരുന്നു. മുത്തായ ഹബീബിൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന രംഗങ്ങളാണ്. ഇത്രയും മഹത്തായ പ്രതിഫലം കിട്ടാൻ കാരണം മുഹറം മാസത്തിനെ ബഹുമാനിച്ച് നോമ്പ് നോക്കിയെന്നാണ്. 10 ദിവസവും നോമ്പ് നോക്കിയിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അശുറ എന്ന് പറഞ്ഞാൽ ഹർഷ്, കുർസ്, അതുപോലെ ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ച ദിവസമാണ് അശുറാൻ്റെ മുഹറമിൻ്റെ 10. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ദിവസമാണ് അശുറാൻ്റെ 10. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിച്ച ദിവസമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ, നൂഹ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ഫിർഔൻ, അള്ളാഹുവിൻ്റെ ധിക്കാരിയായ ഫിർഔൻ അള്ളാഹു മുക്കിക്കൊന്ന, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം തങ്ങളെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മീനിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച, പ്രസവിച്ച, അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അധികാരം നൽകിയ, മഴ വർഷിച്ച, അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിച്ച ദിവസമാണ് ആശുറാഇൻ്റെ 10 എന്നുള്ളത്. ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണ് ആശുറാഇൻ്റെ 10. അതുകൊണ്ട് ഇതിന് വലിയ മഹത്വമുണ്ട്. നമുക്കും ഒരുപാട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ അള്ളാഹു ഈ ദിവസത്തെ നമുക്ക് നൽകിയ ഒരു
വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നാം ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായി പറയുകയാണ്. ഓരോന്നിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോൾ സമയം ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് ചുരുക്കി പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഒന്ന്, ഈ ദിവസം നാം ശ്രദ്ധിക്കേണ്ടത് നോമ്പാണ്. രണ്ടാമത്തത് തൗബയാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, ഹലക്തു യാ റസൂൽ, നബിയെ ഞാൻ നശിഞ്ഞു പോയി, നബിയെ ഞാൻ നശിഞ്ഞു പോയി നബി എന്ന് പറഞ്ഞു. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയല്ലേ, അല്ലാഹുമ്മ ഗ്ഫിറതുക ഔസു മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇന്ദി മിൻ അമലി. അല്ലാഹുമ്മ ഗ്ഫിറതുക ഔസു മിൻ ദുനൂബി, എൻ്റെ ദോഷത്തെക്കാൾ എത്ര വിശാലമാണ് റബ്ബേ നിന്റെ മഗ്ഫിറത്ത്. ഔസു മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇന്ദി മിൻ അമലി, എന്നിൽ ഒരു അമലില്ല റബ്ബേ, നിന്റെ റഹ്മത്തിനോട് വലിയ പ്രതീക്ഷയുണ്ട് റബ്ബേ. അതാണ് ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് പറയാ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹുവിനോടൊന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹ് സർവ്വതും അള്ളാഹ് ചെയ്തത് പോയി റബ്ബേ ഇനി ആവർത്തിക്കില്ല, മതി. അത് തൗബയാണ്. പിന്നെ തൗബാലെ കിതാബെടുത്ത് ഇങ്ങനെ പറയണമെന്നില്ല. ഒരു തീരുമാനം നീ എടുക്ക്, അത് തന്നെ തൗബയാണ്. 100 ആളെ കൊന്നാൾ തീരുമാനം എടുത്തതേ ഉള്ളല്ലോ. തൗബ ചെയ്യുന്ന നാട്ടിലേക്ക് അയാൾ പോയിട്ടില്ല. അതിൻ്റെ മുമ്പ് അള്ളാഹു പൊരുത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് പോയി. അവർ 2 തൗബയാണ്, 3 സ്വതക്കയാണ്, 4ാമത് സ്വതക്ക അറിഞ്ഞല്ലോ, 1 വർഷം സ്വതക്ക ചെയ്ത പ്രതിഫലം നൽകും. 4, 5ാമത്തത് 1 നോമ്പ്, 2 തൗബ, 3 സ്വതക്കയുടെ കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട നാം അത് എന്തെങ്കിലും ഒരു നമ്മുടെ മരണപ്പെട്ടവരുടെ പേരിൽ നൽകണം. അതുപോലെ 5 ഇബാദത്തിൻ്റെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ 6 ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക. അതുപോലെ 7 ദുആ ചെയ്യുക. 8 മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉറ്റവർ, ഉടയവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 9 ദിക്റുകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് വീടിൻ്റെ അവസാനം ഇൻഷാ അല്ലാഹ് ആ ദിക്റുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അതൊക്കെ എങ്ങനെയാ പറയണമെന്ന് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അതോടൊപ്പം ദിക്റുകൾ, അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു ചുരുങ്ങിയ 100 പ്രാവശ്യമെങ്കിൽ പാരായണം ചെയ്യുക. അതുപോലെ 11 കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബത്തോട് ഒരിക്കലും അവരുമായിട്ട് വെറുപ്പോടു കൂടി ഉള്ളാതിരിക്കുക. അതുപോലെ പിണക്കങ്ങളെല്ലാം മാറ്റുക. പിണക്കങ്ങളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ 13 തെറ്റുകളെന്ന് വിരമിച്ചു നിൽക്കുക. 14 അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അത് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് തൗബ ചെയ്യാൻ വേണ്ടി. അപ്പം അള്ളാഹുവിനോട് തൗബ ചെയ്യുക, പൊരുത്തപ്പെടിക്കുക. ആരോട് എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് വന്നുപോലെ അവരോട് പൊറുക്കലിനെ ചോദിക്കുക. അതുപോലെ 15 എല്ലാവരെ സ്നേഹിക്കുക. എല്ലാവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക. കാരണം ഈ ചെറിയ ജീവിതമാണ്, നമുക്ക് അഹങ്കാരമോ ഒരാളോടും വേണ്ട. കാരണം എപ്പോൾ മരണപ്പെട്ടു പോകുന്ന അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ ഗൗരവമുള്ളതായിട്ട് ഗൗരവത്തോടു കൂടി നാം എടുക്കണം. പിന്നെ ഇത് ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ആശുറാന്റെ ദിവസം നാം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അത്ഭുതമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് സ്ക്രീൻ നോക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയുക. അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നാം പഠിക്കണം. അതോടൊപ്പം അത് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദ് ഗൗസുല്ലാഹ് റളിയല്ലാഹു അൻഹു കിതാബുൽ ജവാഹിറിൽ പറയുന്നു, ഒരാണ് ആശുറാ ദിവസം ഈ ദിക്ർ 70 തവണ ചൊല്ലുകയും ശേഷം 7 തവണ ഈ ഒരു പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ അവൻ ആ വർഷം മരിക്കുകയില്ല. എന്നാൽ മരണാവധി എത്തിയവൻ ഇത് ചൊല്ലാൻ തൗഫീഖ് ലഭിക്കുകയില്ല. ആ ദിക്ർ ഇങ്ങനെയാണ്: ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് 70 തവണ ചൊല്ലുക. എന്നിട്ട് ദ്വാരക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹ് മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് ലാ മൽജഅ വലാ മൻജാ മിനല്ലാഹ് ഇല്ലാ ഇലൈഹി. സുബ്ഹാനല്ലാഹ് അദദ ശഫി വൽ വത്ർ وعدد كلماته التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين.
ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين. ഈ ദുആ 7 തവണ ചൊല്ലുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇത് 70 തവണ ചൊല്ലിയാൽ ആശുറാന്റെ ദിവസം, എന്നാൽ അടുത്ത ആശുറാ ദിവസം വരെ ഒരു വർഷം തന്റെ ഉള്ളിൽ അവൻ മരണപ്പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഗൗസുല്ലാഹ് റളിയല്ലാഹു അൻഹു കിതാബുൽ ജവാഹിറിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ ആശുറാ ദിവസം ഈ ദിക്ർ, ഈ പറയാൻ പോകുന്ന ഈ ദിക്ർ ചൊല്ലിയാൽ അവന്റെ ഹൃദയം മരിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. ദിക്ർ ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹ് മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനതൽ അർശ് വൽഹംദുലില്ലാഹ് മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനതൽ അർശ് والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشف والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشف والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشف والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരും പറയുക. എന്നാൽ ആ വർഷം അവൻ മരിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ആശുറാ ദിവസത്തിൽ ചൊല്ലാൻ വേണ്ടി ഷെയ്ഖ് ഇബ്രാഹിമുൽ അത്വാർ റളിയല്ലാഹു അൻഹു തന്റെ സഫീനത്തുൽ ഉലൂമിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്: അല്ലാഹുമ്മ യാ മുഹ്സിൻ ഖദ് ജാഅകൽ മുസീഅ വഖദ് അമർത യാ മുഹ്സിൻ ബിത്തജാവുസ് അനിൽ മുസീഅ ഫഅൻതൽ മുഹ്സിൻ വഅനൽ മുസീഅ ഫതജാവസ് അൻ കബീഹി മാ ഇന്ദി ബിജമീലി മാ ഇൻദക فأنت بالبر معروف وبالإحسان موصوف أنني معروفك وأغنني به عن معروفي من سواك يا أرحم الراحمين. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അത്വാർ റളിയല്ലാഹു അൻഹു ആശുറാന്റെ ദിവസം ഇത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അലിയുൽ ഉജ്ഹൂർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ആശുറാ ദിവസം 70 തവണ ഈ ഒരു ദിക്റുണ്ടല്ലോ ചൊല്ലിയാൽ, ഈ ദിക്ർ ചൊല്ലിയാൽ ആ വർഷം അവനിക്ക് വരുന്ന എല്ലാ ഷർറുകൾക്ക് അല്ലാഹു മതി, ഒരു ഷർറും അവനെ ഏൽക്കുകയില്ല. ഒരു 70 തവണ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 തവണ ചൊല്ലിയാൽ ആ വർഷം അവനിക്ക് ഒരു ഷർറും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാള് ആശുറാ ദിവസത്തിൽ 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുണ്ടല്ലോ ഓതിയാൽ നദർ റഹ്മാൻ, റഹ്മാൻ കരുണക്കടലായ അല്ലാഹു ഇലൈഹി അവനിലേക്ക് നോക്കുകയാണ്. വമൻ നദർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു ഒരാളിലേക്ക് നോക്കിയാൽ ലാ യുഅദ്ദിബുഹു അബദാ,
അവനെ ഒരിക്കലും അല്ലാഹു ശിക്ഷിക്കുകയില്ല. അതിപ്രധാനപ്പെട്ട ഈ അറിവുകളൊക്കെ എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആശുറാന്റെ ദിവസം അവർ ചെയ്താൽ അതിൻ്റെ പുണ്യം അള്ളാഹു നമുക്കും നൽകും. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമലുകൾ ഇൻഷാ അല്ലാഹ് ആശുറാന്റെ ദിവസം ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നോമ്പിന്റെ നിയ്യത്ത്, മുഹറമിന്റെ 9 സുന്നത്താകപ്പെട്ട നോമ്പ്, താശുവാന്റെ നോമ്പ് ഞാൻ അള്ളാഹു താല കൊണ്ട് നോക്കുന്നു. അതുപോലെ ആശുറാന്റെ നോമ്പ്, മുഹറമിന്റെ 10 നോമ്പ് അള്ളാഹു താല കൊണ്ട് ഞാൻ നോക്കുന്നു എന്ന നിയ്യത്ത് ചെയ്യുക. അതത് നാട്ടിന്റെ ഖാദിമാർ എന്തൊക്കെയാണോ പറഞ്ഞത്, എവിടെയാണ് എപ്പോഴാണെന്ന് പറഞ്ഞത്, അതനുസരിച്ച് നമുക്ക് നോക്കുക. ചില നാട്ടുകളിൽ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയായിരിക്കും 10, ചില നാടുകളിൽ ഞായറാഴ്ചയായിരിക്കും. നമ്മുടെ ഈ ഭാഗത്തൊക്കെ നാളെ 9, ശനിയാഴ്ച, ഞായറാഴ്ച 10. ചില നാടുകളിൽ അതായത് ഞായറാഴ്ച 9, തിങ്കളാഴ്ച 10 കൂടിയാണ്. അത് അവരവരുടെ ഖാദിമാർ നമ്മോട് പറഞ്ഞതനുസരിച്ച് നീങ്ങലാണ് നമുക്കിവിടെയുള്ള മാർഗം. മറ്റൊരു മാർഗവും നാം സ്വീകരിക്കാൻ പാടില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരായ നല്ല വിവരമുള്ള പണ്ഡിതന്മാരുടെ തീർമാനമാണ് നാം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.